ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുമിശിഹായുടെ സമാധാനം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നത്തെ സായാഹ്ന തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ സായാഹ്ന തിരുവചനം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യമാണ്. ഈ ഒരു വചനം മാത്രം മതി ഭയപ്പെടുന്ന ഒരു ഹൃദയത്തെ ധൈര്യപ്പെടുത്തുവാൻ, കരയുന്ന ഒരാളെ ആശ്വസിപ്പിക്കുവാൻ, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരാളെ ഉയർത്തി നിർത്തുവാൻ. സ്നേഹപിതാവായ സ്വർഗീയ പിതാവാം ദൈവമേ, കർത്താവേ, ഈ സായാഹ്ന വേളയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഇന്നത്തെ ദിനം മുഴുവൻ ഞങ്ങളെ അവിടുന്ന് കാത്തതിന് നന്ദി. ഈ തിരുവചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള കൃപ തമ്പുരാനെ അവിടുന്ന് നൽകണമേ. ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകണമേ. ഭയപ്പെടുന്നവർക്ക് ധൈര്യം നൽകണമേ. ഏകാന്തത അനുഭവിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹാലിംഗനം അനുഭവിക്കുവാൻ തമ്പുരാനെ ഇടയാക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ ധ്യാനത്തിലൂടെ ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഉത്ഥാനത്തിനു ശേഷം ശിഷ്യന്മാരോട് യേശു പറഞ്ഞ അവസാന വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഈ തിരുവചനം, ഞാനോ നിങ്ങളോട് കൂടെയുണ്ട്. ഈ വാഗ്ദാനം ശിഷ്യന്മാർക്ക് മാത്രമല്ല, ഇന്ന് നമുക്കും വേണ്ടിയിട്ടുള്ളതാണ്. ജീവിതത്തിൽ പലപ്പോഴും നാം ചിന്തിക്കും, എനിക്ക് ആരുമില്ല. പക്ഷെ ദൈവം പറയുന്നു, ഞാനുണ്ട്. ഈ ഒരു വാക്കാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ സമ്പത്ത്. നമ്മോട് കൂടെ നിൽക്കുന്ന യേശു തമ്പുരാൻ രോഗത്തിൽ നമ്മോട് കൂടെയുണ്ട്, ദുഃഖത്തിൽ നമ്മോട് കൂടെയുണ്ട്, ജോലി നഷ്ടപ്പെട്ടപ്പോഴും നമ്മോട് കൂടെയുണ്ട്, നാം പരാജയത്തിന്റെ വക്കിലായിരുന്നപ്പോഴും നമ്മോട് കൂടെയുണ്ട്, മറ്റുള്ളവർ നമ്മെ ഉപേക്ഷിച്ചപ്പോഴും അവൻ നമ്മോടൊപ്പം തന്നെ, നമ്മൾ പാപത്തിൽ മുങ്ങിത്താഴുമ്പോഴും അവൻ നമ്മോടൊപ്പമുണ്ട്. പ്രിയ സഹോദരൻ, മാനസാന്തരത്തിലേക്ക് വിളിച്ചുകൊണ്ട് അവിടുന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ പലവട്ടം ദൈവം പറയുന്നത് ഭയപ്പെടേണ്ട എന്ന വാക്കാണ്. അതെന്തുകൊണ്ട്? കാരണം ദൈവം കൂടെയുണ്ട്. മോശയോടും പറഞ്ഞു, യോശുവായോടും പറഞ്ഞു, പ്രവാചകന്മാരോടും പറഞ്ഞു, ഇപ്പോൾ സഭയോടും സമൂഹത്തോടും നമ്മോടും പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇതൊരു വികാരമല്ല, ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഒരു വാഗ്ദാനമാണ്. കാറ്റടിക്കുമ്പോൾ, കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ, ജീവിതം തകരുന്നത് പോലെ തോന്നുമ്പോൾ പോലും യേശു തമ്പുരാൻ നമ്മുടെ പടകിലുണ്ട്. അതുകൊണ്ട് വിശ്വാസിക്ക് നിരാശ അതൊരവസാന വാക്കല്ല, പ്രതീക്ഷയാണ് അവസാന വാക്ക്. പ്രിയ സഹോദരങ്ങളെ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന മനുഷ്യന് ലോകം നൽകുവാൻ കഴിയാത്ത സമാധാനം ലഭിക്കും. പ്രാർത്ഥനയിൽ, വിശുദ്ധ കുർബാനയിൽ, തിരുവചനത്തിൽ, വിശുദ്ധ കുമ്പസാരത്തിൽ നാം അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നു. അതിനാൽ ഓരോ ദിവസവും ചോദിക്കാം, കർത്താവേ, ഇന്നു ഞാൻ അങ്ങയോടൊപ്പം നടന്നു, അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ എനിക്ക് സാധിച്ചു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ധനമല്ല, ആരോഗ്യവുമല്ല, സ്ഥാനമാനങ്ങളുമല്ല, ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന ആ ഉറപ്പാണ്, ആ ഉറച്ച വിശ്വാസമാണ്. അതാണ് വിശ്വാസിയുടെ ശക്തി, അതാണ് വിശുദ്ധരുടെ സന്തോഷം, അതാണ് പരിശുദ്ധ സഭയുടെ പ്രത്യാശ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ ഹൃദയത്തോടും യേശു തമ്പുരാൻ പറയുന്നു, മകനേ, മകളെ, നീ കരയണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതൊരിക്കലും അവസാനിക്കാത്തൊരു വാഗ്ദാനമാണ്. ലോകാവസാനത്തോളം ഇത് മരണത്തിനപ്പുറവും തുടരുന്ന ഒരു സ്നേഹമാണ്. സ്വർഗരാജ്യത്തിൽ പൂർത്തിയാകുന്ന ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ ജീവിക്കാം, വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് നടക്കാം, പ്രതിസന്ധികളിൽ പതരാതെ നിൽക്കാം. കാരണം യേശു തമ്പുരാൻ നമ്മോട് കൂടെയുണ്ട്.
എന്നും എല്ലായിടത്തും എല്ലാ സമയത്തും. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവത്തിനു മുൻപാകെ പ്രാർത്ഥിക്കാം. കരുണാനിധിയായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അങ്ങയുടെ വാഗ്ദാനത്തിന് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ലെന്ന് അരുളി ചെയ്തതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നു നൽകണമേ. വിദ്യാർത്ഥികൾക്ക് ജ്ഞാനവും കൃപയും നൽകണമേ. വിവാഹ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ. വിഷാദത്തിലും ഭയത്തിലും കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് തമ്പുരാനെ അങ്ങയുടെ സമാധാനം പകരണം. ഞങ്ങളുടെ വിശ്വാസം അതൊരിക്കലും തളരാതിരിക്കട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും കർത്താവിനോട് കൂടെയുണ്ട് എന്ന ആ ഉറപ്പിൽ ജീവിക്കുവാൻ തമ്പുരാനെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ മധ്യസ്ഥം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശുമിശിഹായുടെ സമാധാനവും സാന്നിധ്യവും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.